നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് ആവേശമാണെങ്കിൽ മറ്റൊന്ന് വർഷങ്ങൾക്ക് ശേഷം സിനിമയാണ്. ഈ രണ്ട് സിനിമകളും മലയാള പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറി മനം കവർന്ന രണ്ട് സിനിമകളായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സിനിമയാണെങ്കിൽ വിനീത് ശ്രീനിവാസിന്റെ പതിവ് ശൈലിയിൽ മലയാളി മനസ്സറിഞ്ഞ മലയാളികൾക്ക് ഇഷ്ടമായ കുടുംബചിത്രം, നല്ലൊരു കുടുംബചിത്രമായിരുന്നു. അതിൻ്റെ അകത്ത് നിവിൻ പോളിയുടെ ഒരു എഫേർട്ടും അതിൻ്റെ ഒരു കൈയടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള നിവിൻ പോളിയുടെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിക്കുകയും പിന്നെ പ്രണവ് ധ്യാന് അങ്ങനെ ഒട്ടനവധി നടന്മാരും ബേസിൽ ജോസഫ് അടങ്ങുന്ന ഒരു വൻ താരനിര തന്നെ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ട് സിനിമയായിരുന്നു. അതിൻ്റെ കേരള കളക്ഷൻ എന്ന് പറയുന്ന 22 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ എത്തി. ഇന്നലെ 22ാമത്തെ ദിവസം, ഇന്നലെ 22ാമത്തെ ദിവസം കേരള കളക്ഷനായിട്ട് 26 ലക്ഷം രൂപയോളം കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പവീർ കെയർ ടേക്കർ വന്നു, മലയാളി ഫ്രം ഇന്ത്യ, അങ്ങനെ ഒട്ടനവധി സിനിമകൾ വന്നു പോയിട്ടും ഈ സിനിമയുടെ കേരള ഹോൾഡ് ഇപ്പോഴും 25 ലക്ഷം രൂപയ്ക്ക് പുറത്തു നിൽക്കുന്നു പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കേരളത്തിൽ നിന്നും മൊത്തം 22 ദിവസം കൊണ്ട് 36,72 ലക്ഷം രൂപയോളമാണ് കേരള കളക്ഷൻ മൊത്തത്തിൽ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് ഇന്നലെ 1 ലക്ഷം രൂപയോളം കളക്ഷൻ നേടി മൊത്തം 2,90 ലക്ഷം രൂപയാണ് 22 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും 1 ലക്ഷം രൂപയോളം കളക്ഷൻ ഇന്നലെ നേടി മൊത്തം 1,86 ലക്ഷം രൂപയാണ് 22 ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 2 ലക്ഷം രൂപയോളം കളക്ഷൻ നേടി മൊത്തം 1,92 ലക്ഷം രൂപയോളം കളക്ഷനാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 22 ദിവസത്തെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ 22ാമത്തെ ദിവസമായ വ്യാഴാഴ്ച ദിവസം മാത്രം 30 ലക്ഷം രൂപയോളം കളക്ഷൻ ഇന്ത്യ ഒട്ടാകെ കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നല്ലൊരു നേട്ടം തന്നെയാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നല്ലൊരു ഹോൾഡ് ഈ സിനിമ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. 43,40 ലക്ഷം രൂപയാണ് 22 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ കളക്ഷനായിട്ട് ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമ തൂക്കിയിരിക്കുന്നത്. വിദേശ രാജ്യത്ത് നിന്നും 36 കോടി രൂപയോളം കളക്ഷനാണ് 22 ദിവസം കൊണ്ട് വന്നിരിക്കുന്നത്. മൊത്തം വേൾഡ് വൈഡ് കളക്ഷൻ 79,40 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കും. എന്തായാലും 80 കോടി രൂപയിലേക്ക് എത്താനായിട്ട് ഇന്നത്തെ കളക്ഷനും നാളത്തെ കളക്ഷനോടുകൂടി തന്നെ 80-81 കോടി റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആവേശം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിത്തു മാധവന്റെ രോമാഞ്ചം സിനിമയ്ക്ക് ശേഷം രംഗയണ്ണന്റെ ഫഹദ് ഫാസിലിന്റെ വിളയാട്ടം തന്നെ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഇന്നിറങ്ങിയ നടികരായാലും മലയാളി ഫ്രം ഇന്ത്യ ആയാലും ഈ സിനിമകളെക്കാളൊക്കെ കളക്ഷൻ ഇപ്പോഴും 22 ദിവസം കഴിഞ്ഞിട്ടും രംഗയണ്ണനും പിള്ളേർക്കും കിട്ടുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ കേരളത്തിൽ നിന്നും 22ാമത്തെ ദിവസം നേടിയത് 1,30 ലക്ഷം രൂപയോളം കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊത്തം 66,72 ലക്ഷം രൂപയാണ് കേരളത്തിലെ 22 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. അതിന് അറിയാനുള്ളത് ഇൻഡസ്ട്രി ഹിറ്റ് ആവുമോ എന്നുള്ള മലയാള സിനിമ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് 2018 സിനിമയായിരുന്നു. 88 കോടി രൂപയിലധികമായിരുന്നു. ആ ഒരു റെക്കോർഡ് തകർക്കുമെന്ന് മാത്രം കാത്തിരുന്നാൽ മതി. ഇപ്പോഴും 1 കോടി രൂപയ്ക്ക് പുറത്ത് നേടുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഇപ്പോഴും നിലവിലുണ്ടെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനിയും കർണാടകയിലെ കളക്ഷൻ എന്ന് പറയുന്നത് 13 ലക്ഷം രൂപയോളമായിരുന്നു ഇന്നലെ കളക്ഷനായിട്ട് നേടിയത്. മൊത്തം 8,44 ലക്ഷം രൂപ കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം കളക്ഷനായിട്ട് നേടിയിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ 10 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും 12 ലക്ഷം രൂപയോളമാണ് ഇന്നലെ കളക്ഷൻ നേടിയത്. 8,08 ലക്ഷം രൂപയോളമാണ് മൊത്തം 22 ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ. അവിടെയും 10 കോടി രൂപ നേടാനുള്ള സാധ്യത ഇപ്പോഴും നിലവിലുണ്ട്. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 5 ലക്ഷം രൂപയോളമാണ് ഇന്നലെ 22ാമത്തെ ദിവസം കളക്ഷനായിട്ട് നേടിയത്. മൊത്തം 3 കോടി രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 22 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 1,60 ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 22 ദിവസം കഴിഞ്ഞിട്ടും വർക്കിംഗ് ഡേയിലും ഇന്നലെ വ്യാഴാഴ്ച 22ാമത്തെ ദിവസം 1,62 ലക്ഷം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. മൊത്തത്തിൽ 86,25 ലക്ഷം രൂപയാണ് 22 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ എന്ന് പറയുന്നത്. വിദേശ രാജ്യത്ത് നിന്നും 51.5 കോടി രൂപയോളമാണ് 22 ദിവസം കൊണ്ട് കളക്ഷനായിട്ട് തൂക്കിയിരിക്കുന്നത്. മൊത്തം രംഗയണ്ണനും പിള്ളേരും ആവേശം സിനിമയിലൂടെ 137,75 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നടികറും മലയാളി ഫ്രം ഇന്ത്യ അവസ്ഥ വെച്ചിട്ട് ഇതിന് 150 കോടി എന്നത് ചെറിയൊരു സംശയമായിരുന്നു. പക്ഷെ ഇപ്പം അത് ഇറങ്ങിയ സ്ഥിതിക്ക് ഇപ്പം മനസ്സിലായി 150 കോടി എന്തായാലും ഉറപ്പായിട്ടും തൂക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മലയാള സിനിമയിലെ ഇനി 4ാമത്തെ 150 കോടിയിലേക്ക് ആവേശം സിനിമയെ എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. എന്തായാലും ഈ സിനിമകളുടെ ഒക്കെ പ്രകടനം ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.